ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ആദ്യം ഞാൻ പ്ലമ്മിൻ്റെ നൈസിനമൈഡൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോണറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് മാമാർത്തിൻ്റെ റൈസ് ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലും നൈസിനമൈഡ് റൈസ് വാട്ടറൊക്കെ ഇൻക്ലൂഡഡ് ആണ്. നല്ല മോയ്സ്ചറൈസറാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. ഒന്ന് എൻ്റെ സ്കിന്നിൽ അധികം ഒന്നും പറ്റാറില്ല. കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് സ്യൂട്ടായത് ഒന്ന് കിട്ടിയത് ഇതാണ്. ഒന്ന് മാമാർത്തിൻ്റെയാണ്, പിന്നെ അക്വോളജിക്കൻ്റെ ഒക്കെ ഇഷ്ടമാണ്. ഈ ടൈമിലാണ് ചെറുതായിട്ടൊന്ന് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാറ്, അല്ലാതെ ചെയ്യാൻ മടിയാണ്. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്. കോളേജിക്കയുടെ ഡീറ്റാൻ എന്ന് പറയുന്ന സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ളതാണ്, എൻ്റെ ഫേവറേറ്റ് ഒന്നാണ്. ഇത് ഓയിലി ആക്കില്ല, നമ്മൾ ഇട്ടു ഫീൽ ചെയ്യില്ല. മാത്രമല്ല ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യില്ല, ലൈറ്റ് വെയ്റ്റാണ്. കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. ഒരു കൂളിംഗ് പോലെയാണ് ഫീലും ചെയ്യാറുള്ളത്. ഇടുന്ന നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അക്വോളജിക്കേൻ്റെയും. പിന്നെ നമുക്ക് ഹൈഫൻ്റെ സൺസ്ക്രീൻ എനിക്കിഷ്ടമാണ്. അത് പക്ഷേ കുറച്ച് ഡ്യൂയി ഇത് വരുന്നതാണ്, കുറച്ച് ഓയിൽ പോലെ ചെറുതായിട്ട് ഫീൽ ചെയ്യും. എന്നാലും ഭയങ്കരമായിട്ട് മറ്റ് സൺസ്ക്രീനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയില്ല. എനിക്കിതും അതും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അക്വോളജിക്കയുടെ ഒരുവിധം സൺസ്ക്രീനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ഇതാണ്. നമ്മൾ ലിപ് ബാം ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. വിഷ്കേറിൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാമാർത്തിൻ്റെയും എനിക്കിഷ്ടമാണ്. അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മുഖത്ത് പൗഡർ തന്നെ യൂസ് ചെയ്യാറ് ഇപ്പോഴും, നോർമൽ പൗഡർ. ഫൗണ്ടേഷൻ ഞാൻ റെയറാണ് യൂസ് ചെയ്യുന്നത്. അതായത് എൻ്റെ മുഖത്ത് ഈവൻ ടോൺ അല്ല, ഭയങ്കര പാടുകളും ഡാർക്ക് സർക്കിളും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇതായി നിൽക്കുകയാണെങ്കിൽ മാത്രം ഞാൻ മാമാർത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അത് ഭയങ്കര ഇട്ടു തോന്നില്ല, അതും ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. അപ്പോൾ അതാ യൂസ് ചെയ്യാറ്. എനിക്ക് പൗഡർ ഇട്ട ഒരു കംഫർട്ടാണ്. അതായത് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരത്തെ ലാസ്റ്റ് ചെയ്ത് സെറ്റായി കിടക്കുന്ന പോലെ തോന്നും. എന്നാൽ തന്നെ എൻ്റെ മുഖം ചില നേരത്തെ ഭയങ്കരമായിട്ട് വെയിലൊക്കെ അടിക്കുകയാണെങ്കിൽ ഓയിലി ആവും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. എന്നാലും പൗഡറാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ സ്കിന്നിന്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ആ ലിക്വിഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണ്, വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പൗഡർ സെറ്റ് ചെയ്യുന്ന പോലെ ഇട്ട് കൊടുക്കണം, സെറ്റിംഗ് പൗഡറൊക്കെ പോലെ. അപ്പോൾ ഞാൻ ഓക്കെ ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഓയിൽ പെട്ടെന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ഇപ്പം പിന്നെ കുറച്ച് കാലമായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല, സാധാ പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അധികം ആ പൗഡർ യൂസ് ചെയ്യാണ്ട് പോകാൻ പറ്റുമോ, ജസ്റ്റ് സ്കിൻ കെയർ ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പം കാണുമ്പോൾ ആ ഗ്ലോയി നല്ല നൈസായിട്ട് നിൽക്കും. കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓയിലി വരും. അപ്പോൾ ഭയങ്കര ഡള്ളാവും, അല്ലെങ്കിൽ ആ ഓയിലൊക്കെ ആകുമ്പോൾ പൊടി വരുന്ന നേരത്ത് പിന്നെ കുരുവും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഞാൻ അതുകൊണ്ട് പൗഡർ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ടു മേടിച്ചതാണ് ഈ ഒരു ഐബ്രോ
ജെല്ല്. ഞാൻ ജെല്ല് മേടിക്കണം കുറേ ആയി ഞാൻ വിചാരിക്കുന്നു. അത് മേടിച്ചു. ഇതിന് താഴെ ഇങ്ങനൊരു കൺമഷി പോലെ ഉള്ളൊരു ഇതുണ്ട്. ഇതെനിക്ക് തോന്നുന്നു എന്താ കണ്ണിന് 2 in 1 ആണ്. അപ്പോൾ കണ്ണിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഈ മേലെ നമുക്ക് ഇവിടെയാണ് ഐബ്രോൻ്റെ കിടക്കുന്നത് തോന്നുന്നുണ്ട്. ഇത് ജെൽ ടൈപ്പ് തന്നെയാണ്. പിന്നെ മേലെ ആണ് നമുക്ക് ആ ബ്രഷ് വരുന്നത്. പക്ഷെ ഞാൻ താഴെ ഉള്ളത് കൊണ്ടാണ് യൂസ് ചെയ്യാറ് ഐബ്രോ എഴുതാൻ. ജസ്റ്റ് തൊട്ടില്ല എന്നുള്ള രീതിയിൽ എടുത്താൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് കൊടുത്താൽ ഡോർക്കായിട്ട് പോലെ തോന്നും. എൻ്റെ ഐബ്രോ കുറച്ച് കുറവായതിനാൽ തിക്കില്ല. നമുക്ക് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രോ സെറ്റാക്കി. കണ്ണിലൊന്ന് ഡാർക്ക് സർക്കിൾ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതും ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് ഡാർക്ക് സർക്കിൾ ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഐ ഷാഡോ ഇടുള്ളൂ. ഐ ഷാഡോ അല്ല, ബ്ലഷ് വെച്ചിട്ടാണ് ഐ ഷാഡോ ഇടാറുള്ളത്. ഐ ഷാഡോ ഉണ്ട്, പാലറ്റൊക്കെ ഉണ്ട്, പക്ഷേ യൂസ് ചെയ്യൽ കുറവാണ്. ഈ പാലറ്റ് ഉണ്ട്, പക്ഷേ യൂസ് ചെയ്യൽ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുള്ളൂ. ഇത് പൗഡർ ആയിട്ടുള്ളതല്ലേ, അത് ഇപ്പോൾ ഇടാനൊരു മൂഡില്ല. അപ്പോൾ ഞാൻ ബ്ലഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ ചെയ്യുന്നുണ്ട്. കണ്ണ് ഇങ്ങനെ ഡാർക്ക് സർക്കിൾ വരാൻ കാരണം നന്നായിട്ട് കണ്ണ് ചൊറിയും. അലർജി ആണെന്ന് തോന്നലാണ്. നല്ല കണ്ണുക്കടിയുണ്ട്. അപ്പം ആയതിനാൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കൂടും. ഇനി നമുക്ക് പൗഡർ ഇടാം. ഞാനൊരു എൻചൈൻഡർ കുട്ടി ആയതിനാൽ എനിക്ക് എൻചൈൻഡർ ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡ് അപ്പോൾ ഞാൻ എൻചൈൻഡറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ് സ്റ്റോക്ക് ഉണ്ട്, അപ്പോൾ ഇത് തീരും വേണമല്ലോ. ഞാൻ ഐ ഷാഡോയും ബ്രോയും വരച്ചിട്ട് പൗഡർ ഇടാൻ കാരണം, എങ്ങാനും അത് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന രീതിയിലാവുകയാണെന്നുണ്ടെങ്കിൽ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റായിക്കോളും. ലൈറ്റായിട്ടിട്ട് കൊടുത്താൽ മതി, അപ്പം തന്നെ സെറ്റായി. ഒന്നും കൂടി ഒന്ന് ബ്രോ കോംബ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ആകെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കിടക്കുന്നുണ്ടാവും, അതങ്ങനെ കോംബ് ചെയ്യും. സെറ്റായി.
എക്സ്ട്രാ എന്തെങ്കിലും ഓർമ്മ ഇത് പെൻസിലായതിനാൽ അതവിടെ നിന്ന് ഫില്ല് ചെയ്തു. പിന്നെ ഐലൈനർ. സ്റ്റേസിൻ്റെ ഐലാഷൊക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ മടിയ യൂസ് ചെയ്യും. പൈസ എങ്ങനെ കളയണം എന്ന് എനിക്കറിയാം, പക്ഷെ അത് ഞാൻ യൂസ് ചെയ്യില്ല. അപ്പോൾ ഏകദേശം സെറ്റായി. കാരണം താഴെ എഴുതാൻ ഇപ്പോൾ തോന്നിയില്ല. ഞാൻ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നിയാൽ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ. പിന്നെ ഡ്രസ്സിനനുസരിച്ച് ഇട്ടിടണോ ഇല്ലയോ എന്ന് തീരുമാനിക്കും. അപ്പം നമുക്ക് ഡ്രസ്സ് മാറ്റാം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. ഇനി നമുക്ക് ഇയറിങ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഇതിടണോ? ഇതിടണം. ഇത് കുറച്ച് ഓവറായി. ഓക്കെ, മുടി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം. മറ്റത് കുറച്ച് ഓവറായതിന് നമുക്ക് ചെറിയ കമ്മൽ യൂസ് ചെയ്യാം. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആവുന്നതുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്.
അപ്പോൾ ഇന്നത്തെ ലുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.